പരസ്യമായി വെക്കുക പോലും. അതിന് ഏറ്റവും കൂടുതൽ ഫഹദ് കാണിക്കുന്ന ഫോട്ടോ ഏതാണ് അതായിരിക്കും അവിടെ പുറത്ത് വെച്ചിട്ടുണ്ടാവുക. അത് ആ സ്ഥാപനങ്ങൾ അതിനുവേണ്ടി വാടക കൊടുക്കൽ. പലിശയുടെ സ്ഥാപനങ്ങൾക്ക് വേണ്ടി വാടക കൊടുത്താൽ വലിയ വാടക കിട്ടും, ഹറാമാണ്. പലിശയുടെ സ്ഥാപനങ്ങൾക്ക് വേണ്ടി വാടക കൊടുക്കുക. മനസ്സിലായില്ലേ? KSFE ഇല്ലേ, അങ്ങനെ ഫൈനാൻസ് സ്ഥാപനം. അതെ അതെ, അങ്ങനത്തെ ഇല്ലേ, KSFE ഇല്ലേ, KSFE ഹാക്കറ, മുത്തൂറ്റ്, അതൊരു പലിശന്റെ സ്ഥാപനമാണ്. ഹാക്കറ. പിന്നെ സർക്കാരിൻ്റെതാണെങ്കിലും പലിശയുടെ സ്ഥാപനങ്ങൾക്ക് കെട്ടിടം വാടക കൊടുക്കൽ ഹറാമാണ്. കാരണം ആ കാര്യത്തെ അല്ലാഹു തആല ഹറാമാക്കുന്നതോടുകൂടെ അതിന് വേദിയൊരുക്കുന്ന സകല കാര്യങ്ങളെയും അല്ലാഹു ഹറാമാക്കുമെന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അൻ ഹുസൈനിൽ വാഖരി ഖാല നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മൻ ഹബസൽ ഇനബ അയ്യാമൽ ഖിതാഫി ഹത്താ യബിഅഹു മിൻ യഹൂദി ഔ നസറാനി ഔ മൻ യത്തഖിറുഹു ഖംറ ഫഖദ് തഹമ്മ അൻ-നാർ അലാ ബസരിഹി. ഒരാള് മുന്തിരി പാകമായിട്ടും അയാൾ നിർത്തുക. എന്തിന്? കള്ളിന്റെ ആവശ്യക്കാർക്ക് വിൽക്കാൻ വേണ്ടി നിർത്തിയാൽ ആ നിർത്തൽ ഹറാമാണ്, ആ വിൽപ്പന ഹറാമാണ് എന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇതൊക്കെ ഉദാഹരണം പറഞ്ഞതാ. ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം ഏകദേശം അതിന്റെ ലക്ഷ്യം അതാണ് എങ്കിൽ അവിടെ നടക്കുന്ന ഏറിയ കൂറും കാര്യങ്ങൾ ഹറാമിന്റെ വിൽപ്പനയാണ് എങ്കിൽ ആ പ്രവർത്തനങ്ങളെല്ലാം ഹറാമായിരിക്കും. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുകൽ ജന്നത വഅഊദു ബിക മിനൻ നാർ അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുകൽ ജന്നത വഅഊദു ബിക മിനൻ നാർ. കൂറ്റനെ കൊടുക്കുക, കൂറ്റനെ വിൽക്കുക, അല്ലെങ്കിൽ കൂറ്റനെ വാടക കൊടുക്കുക ഹറാമായിരിക്കും. മനസ്സിലായില്ല നിങ്ങൾക്ക്? അത്രയല്ലേ പറയാൻ കഴിയുള്ളൂ. മനസ്സിലായില്ലേ? കൂറ്റനെ കൊടുക്കുക. അതുണ്ട്, ഇപ്പോഴുണ്ട് നമ്മുടെ ചില മുസ്ലിം പ്രദേശങ്ങളിലൊക്കെ കൂറ്റന്. മനസ്സിലായില്ലേ? ആടില് കൂറ്റനാട്, മനസ്സിലായില്ലേ? പറഞ്ഞ കൂറ്റന് വാടക കൊടുക്കുക. എന്നിട്ട് കർമ്മം കൂറ്റന്, പൈസ ഇയാൾക്ക്. അതേപോലെ തന്നെ പിന്നെ കൂറ്റൻ മൂരി, ഈ മൂരിയെ വാടകക്ക് നിർത്തുക. എന്നിട്ട് എവിടുന്നെങ്കിലും ഒരു പശുവിനെ കൊണ്ടുവന്നാല് അതിന് വാടക കൊടുക്കുക. ഇതൊക്കെ ചില സ്ഥലങ്ങളിൽ എന്നോടൊരാൾ പറഞ്ഞതാ, മുസ്ലിം വീടുകളിൽ വരെ ഇതുണ്ട്. മനസ്സിലായില്ലേ പറഞ്ഞത്? ഇതൊക്കെ ഹറാമാണ്, അതിന്റെ വാടക മുഴുവനും ഹറാമാണ്. അതെ, ഹബീബ റസൂല പറഞ്ഞു ഇത്തരം കാര്യങ്ങൾ ഹറാമാക്കി, അതിന്റെ വാടകയും ഹറാമാക്കി ഹബീബ റസൂല. അതേപോലെ തന്നെ മഹ്റൽ ബാഗയത്തി, വ്യഭിചാരി പെണ്ണിന്റെ ലാഭത്തോടാണ് ഈ കാര്യത്തെ റസൂൽ ഉപമിച്ചിട്ടുള്ളത്. വ്യഭിചാരി പെണ്ണിന്റെ ലാഭം പോലെയാണത്, വ്യഭിചരിച്ച് കിട്ടുന്ന പൈസ പോലെയാണ്. കൂറ്റനെ നിർത്തിയിട്ട് വാടക കൊടുക്കുക. ആട്, പിന്നെ പോത്ത്, കന്ന്, ഇല്ല എങ്ങനെ പറഞ്ഞു? മനസ്സിലായില്ലേ നിങ്ങൾക്ക്? ഒക്കെ ഹറാമാണ്. കാരണം എന്തുകൊണ്ട്? അതൊക്കെ ആ പൈസയൊക്കെ ഹറാമാണ്. ശ്രദ്ധിക്കുക. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുകൽ ജന്നത വഅഊദു ബിക മിനൻ നാർ. മദ്ഹബിലെ പ്രധാനപ്പെട്ട അഭിപ്രായ പ്രകാരം വിൽക്കുന്ന വസ്തു ശുദ്ധമായിരിക്കേണ്ടതാകുന്നു, ശുദ്ധമായ വസ്തുവായിരിക്കണം എന്നാണ്. ചാണകം വിൽക്കൽ മദ്ഹബിലെ പ്രധാനപ്പെട്ട അഭിപ്രായം പാടില്ല എന്നാണ് പ്രധാനപ്പെട്ട അഭിപ്രായം. കാരണം അത് നജസാണ് എന്നാണ്. കോഴിയുടെ കാഷ്ടം, ചാണകം, ഇതൊക്കെ മദ്ഹബിലെ പ്രധാനപ്പെട്ട അഭിപ്രായം അങ്ങനെയാണ്. അനുവദനീയാണ്. അവിടെ പിന്നെ നിക്കാഹൊന്നുമില്ലല്ലോ ഇത്തലെ, അതുകൊണ്ട് അവിടെ അനുവദനീയാണ്. കൂറ്റൻ ഫ്രീ ആയിട്ട് ചെയ്ത് കൊടുക്കുക എന്നുള്ളത് അനുവദനീയമാണോ? അത് അനുവദനീയമാണ്, വിരോധമില്ല. അതിനു വേണ്ടി മാത്രം നിങ്ങളൊരു കൂറ്റനെ നിർത്തണ്ട, അങ്ങനെ ഒരു സമ്പ്രദായം ശറഈലില്ലല്ലോ. നിങ്ങൾ അതിനു വേണ്ടി ഒരു കൂറ്റനെ നിർത്തുന്ന ഒരു സമ്പ്രദായം ശറഈലില്ല. അതായത് പൈസ ഒന്നും വാങ്ങുന്നില്ല,
പക്ഷെ കൂറ്റനാ കർമ്മം ചെയ്തു കൊടുക്കും. അത് വേണ്ട, അതൊന്നും ഒരു നല്ല പണിയല്ലല്ലോ, അതിന്റെ കാര്യം കൊണ്ട് തന്നെ മനസ്സിലാക്കില്ല, അതൊന്നും നല്ല കർമ്മമല്ല. അങ്ങനെയാണെങ്കിൽ വിരോധമില്ല, പക്ഷെ അത് നല്ല കർമ്മമായി പരിഗണിക്കപ്പെടുകയില്ല. അതൊക്കെ അതിന്റെ സൗകര്യം അനുസരിച്ച് അള്ളാഹു തആല പശുവിന് ഹംല് കൊടുത്തോളും. അതിനൊക്കെ അതിന്റെ സൗകര്യങ്ങളുണ്ട്, അതൊക്കെ അതിന്റെ വഴിക്ക് നടന്നോളും. എന്നാൽ അതിനു വേണ്ടി നമ്മൾ മഹർ വാങ്ങുക, നമ്മൾ പണം വാങ്ങുക എന്നത് ഹറാമായ കാര്യമാണ്. അതേപോലെ തന്നെ കിണറുകളിലും കുളങ്ങളിലും പുഴകളിലും വെള്ളം നിർത്തിയിട്ട് കച്ചവടം ചെയ്യുക ഹറാമാകുന്നു. ജലസ്രോതസ്സുകൾ വിൽക്കൽ ഹറാമാകുന്നു. അതാണ് ഇപ്പോൾ നമ്മളെ സർക്കാർ ചെയ്തിട്ടുള്ളത്. ജലസ്രോതസ്സുകൾ മുഴുവനും ജപ്പാന് വിറ്റു. ജപ്പാൻ കുടിവെള്ളം വന്നാലും വന്നില്ലെങ്കിലും കാണാമല്ലോ, ഇരുന്ന് കാണാമല്ലോ കാര്യം. കുപ്പിവെള്ളത്തിന് പൈസ കൊടുക്കണം. ഞാൻ പറയില്ല, പകുതി ഉറങ്ങി. ജലസ്രോതസ്സുകൾ കിണറിലും കുളങ്ങളിലും പുഴകളിലും സമുദ്രങ്ങളിലുമാകവേ അത് പൊതുമുതലാണ്, ഒരിക്കലും വിൽക്കാൻ പാടില്ലാത്തതാകുന്നു. പൊതുവായതാണത്, അത് വിൽക്കാൻ പാടില്ല. അതായത് കിണറിലെ വെള്ളം. എന്നാൽ ഒരാൾ കോരിയെടുത്ത് കൊണ്ടുവരുന്ന വെള്ളം അയാൾക്ക് വിൽക്കാം. അതിന്റെ പിന്നിൽ അയാൾ അധ്വാനം ഉണ്ടായിട്ടുണ്ട്. മനസ്സിലായില്ലേ പറഞ്ഞത്? അതിന്റെ നാട്ടു നടപ്പിനും രീതി, അതും നാട്ടു നടപ്പിന്. ഒരു കാര്യം വിൽക്കേണ്ടത് നാട്ടു നടപ്പിനാ. വളരെ ചിന്തിക്കണം, നമ്മള് ചിന്തിക്കണം. ഒരു കാര്യത്തിന്റെ അത് വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. ഈ MRP നോക്കിയിട്ട് വിൽക്കുക എന്ന ഒരു സമ്പ്രദായം കച്ചവടക്കാർക്കിടയിലുണ്ട്. അത് പലപ്പോഴും ഹറാമാകാൻ സാധ്യതയുമുണ്ട്, നിലവാരത്തെക്കാൾ കൂടുതലാണെങ്കിൽ. ഉദാഹരണം പറയാ, കൂട്ടത്തിൽ പറഞ്ഞതാണ്, ഒരു ബ്രഷ്, ആ ബ്രഷിന്റെ പുറത്തെ MRP എഴുതിയിട്ടുണ്ടാവുക 25 ഉറുപ്പികയായിരിക്കും. എന്നാൽ ഈ സാധനം ഇവിടെ മാർക്കറ്റിൽ ഇയാൾക്ക് 6-7 രൂപക്ക് ലഭിക്കും. 8 റുപ്യക്കോ 10 റുപ്യക്കോ വിറ്റാലും അയാൾക്ക് മാന്യമായി ലാഭം കിട്ടും. എന്നാലോ ഒരാള് വന്നാല് ബ്രഷ് എടുക്കുന്ന ബ്രഷ് അങ്ങോട്ട് കൊടുത്തു, എത്രതിന്റെ വില, എത്ര എന്നെ നോക്ക് എന്ന് പറയാം. നോക്കിയാൽ എത്രയാ, 24 കൊടുക്കാൻ. ഇരട്ടിയിലേറെ വില കൊടുക്കാൻ നിർബന്ധിതനാവുക. ഇത് കൊള്ള ലാഭമാണ്, ഇത് ഹറാമാണ് എന്നാണ് പ്രധാനപ്പെട്ട അഭിപ്രായം. മനസ്സിലായോ നിങ്ങൾക്ക്? ഇത് കൊള്ള ലാഭമാണ്. കാരണം ഇയാൾക്ക് ഇവിടെ MRP എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്തുള്ളൂ, മാക്സിമം റീറ്റെയിൽ പ്രൈസ് ആണ്. അതായത് ഇന്ത്യയിൽ ഏത് കുഗ്രാമത്തിലോ ക്ഷാമത്തിലോ കാലത്താണെങ്കിൽ പോലും ഇതിനപ്പുറം വിൽക്കാൻ പാടില്ല എന്നുള്ളൂ. അല്ലാതെ ഇതിന് വിൽക്കണം എന്ന നിയമം ഇല്ല. നിങ്ങൾക്ക് മനസ്സിലായി പറഞ്ഞത്? അപ്പോൾ MRPയുടെ എത്രയോ താഴെ വിൽക്കാവുന്നതാണ്. അതേപോലെ തന്നെ എന്ത് ചെയ്യാം, കച്ചവടക്കാർക്കിടയിൽ മരുന്ന് കച്ചവടത്തിൽ സ്ഥിരമായി വരും. മരുന്ന് കച്ചവടം ഒക്കെ ഏകദേശം ഹറാമായി വരാൻ വലിയ സാധ്യതകളുണ്ട്. എന്താണത്? മരുന്ന് കച്ചവടം. അതായത് ഒരേ മരുന്ന് 2 ഒന്ന്, പക്ഷേ ക്വാളിറ്റി 2 എന്നിട്ട് ഒരു വിലക്ക് വിൽക്കും. മരുന്ന് കച്ചവടക്കാർക്കിടയിൽ അത് സ്ഥിരമായ ഏർപ്പാടാണ്. മരുന്ന് ഈ മനസ്സിലായാലും നിങ്ങൾക്ക് ഈ പിന്നെ അലോപ്പതി മരുന്ന്, ഇംഗ്ലീഷ് മരുന്നൊക്കെ അതിന്റെ MRP കണക്കാക്കിയിട്ട് അതിനെ വിൽക്കും. വളരെ കുറഞ്ഞ വിലക്കത് വിൽക്കാവുന്ന സാധനമായിരിക്കും. എന്നാലോ നല്ല പ്രൊഡക്ഷൻ കോസ്റ്റ് വരുന്നതും ഉണ്ടാകും, എന്നാൽ ആ ക്വാളിറ്റി ഇതിനുണ്ടാവില്ല. എന്നിട്ട് അത് കണക്കാക്കി കൊടുക്കുക. അതേപോലെ തന്നെ രോഗികളിൽ നിന്ന് ഡോക്ടർമാര് ഉപകരണങ്ങൾക്ക് കമ്മീഷൻ വാങ്ങുക, ഇത് ഹറാമാണ്. മനസ്സിലായില്ല? രോഗികളെ ഉദാഹരണം പറയാ, സ്കാൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഇന്നാലിന സെന്ററിലേക്ക് അയക്കുക. ഒരു സെന്ററിൽ വെച്ച് സ്കാൻ ചെയ്താൽ അതിൽ ഇത്ര ശതമാനം ആർക്കുണ്ട്, ഡോക്ടർക്ക് ഹറാമാണ്. ആ പണം ഡോക്ടർക്ക് ഹറാമാണ്. അത് വെള്ളം മോട്ടർ വെച്ച് കിണറിൽ നിന്ന് അടിച്ചു കൊടുത്തു, ഹറാമില്ല. പൈസയും വാങ്ങാം. ഒരു നാട്ടു നടപ്പനുസരിച്ച് വാങ്ങാവുന്നതാണ്. കാരണം അതിന്റെ പിന്നിൽ അധ്വാനം മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതെന്ത് ചെയ്യാ? ആ ജലം ആ ജലസ്രോതസ്സിൽ വെച്ച് വിൽക്കുക. ഇന്ന് നമ്മൾ ചെയ്യുന്നത് പോലെ കുളങ്ങൾ വിൽക്കുക. ഇത് കിണറിനേക്കാൾ പ്രശ്നമാണ് പ്രകൃതിദത്തമായ ജലാശയങ്ങൾ. ഉദാഹരണം പുഴകള്, വലിയ തടാകങ്ങള്. ഇതാണ് ഇന്ന് സർക്കാർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഹബീബായ റസൂലുള്ളാഹി പറഞ്ഞു, അന്നാസു ശുറകാഉ ഫീ സലാസിൻ,
3 കാര്യത്തിൽ എല്ലാവരും ഒരുപോലെയാകുന്നു. അത് വിൽക്കാൻ പാടില്ലാത്തതാണ്. 1 അൽമാഉ വെള്ളം, 2 അന്നാറു തീപ്പെട്ടി വിൽക്കാം. തീപ്പെട്ടി വിൽക്കാം, തീ വിൽക്കാൻ പാടില്ല. തീപ്പെട്ടി വിൽക്കാം, തീ വിൽക്കാൻ പാടില്ല. മനസ്സിലായോ? തീപ്പെട്ടി വിൽക്കാം. തീപ്പെട്ടി തീയല്ലല്ലോ. തീപ്പെട്ടി എന്നാൽ അത് ജന്താണ്. ജന്ത് എന്ന് പറയും. അതായത് ആ തീ ഉണ്ടാക്കുന്ന വസ്തുവാണ്, അത് തീയല്ല. അതിനെ വിൽക്കാം. തീയെ വിൽക്കാൻ പാടില്ല. എന്റെ ആ തീയിന് നീ വിളക്ക് കൊളുത്തണമെങ്കിൽ 5 റുപ്യ 10 റുപ്യ അത് പറയാൻ പാടില്ല. തീയായ പിന്നെ അത് പൊതുമുതലായി. അത് പൊതുമുതലാവുകയും ചെയ്യും. ചിലപ്പോൾ അത് വല്ലാതെ കത്തിപ്പടർന്നാൽ നാട്ടുകാർ മുഴുവനും വന്നാലും അത് തീരുകയുമില്ല. അത് പൊതുവാണ്, എല്ലാവരും അതിന് ഉത്തരവാദിയാണ്. 3 കാര്യത്തിൽ എല്ലാവരും ഉത്തരവാദിയാണെന്ന് ഹബീബ റസൂലുള്ളാഹി. അതേപോലെ തന്നെ പൊതുസ്ഥലത്തുള്ള പുല്ല് അതെല്ലാവരും അതിന് ഉത്തരവാദിയാണ്. പൊതുസ്ഥലത്തെ പുല്ല് എല്ലാവരും ഉത്തരവാദിയാണ്. എന്ന് ഖാല റസൂലുള്ളാഹി. പിന്നെ ചില കച്ചവടങ്ങൾ, ചില കച്ചവടങ്ങൾ. 1 ഭാഗ്യക്കച്ചവടങ്ങൾ ശ്രദ്ധിക്കുക. മേപ്പാട്ടം എന്ന് പറഞ്ഞാൽ പണയാണ്. മേപ്പാട്ടം പണയമാണ്. നിങ്ങൾ എന്താ ചോദിച്ചത്? ആ തെങ്ങ് അതിലിപ്പോ എന്താ പറയുക, അങ്ങനത്തെ സെലമ് എന്നൊരു കച്ചവടമുണ്ട്. സെലമ് മുൻകൂർ കച്ചവടം. അത് ശറഅ അംഗീകരിച്ചിട്ടുണ്ട് കർഷകരുടെ ആവശ്യത്തിന് വേണ്ടി. കർഷകൻ അത് ചെയ്യാവുന്നതാണ്. അംഗീകരിക്കുക. സെലമ് മുൻകൂർ കച്ചവടം എന്ന് പറയും. അതിന് സെലമ് കച്ചവടം എന്ന് പറയും. അത് എന്തുകൊണ്ടെന്നറിയോ? അല്ല, അതിനെന്താണെന്നറിയോ? അത് കണ്ടിട്ടൊക്കെ തന്നെ ആ വില കെട്ടുക. എങ്കിലും ഇവനായിരിക്കും അതിന്റെ ഉത്തരവാദിത്വം. ഒരുപാട് നിബന്ധനകളുണ്ട് സെലമിന്. ആ നിബന്ധനകൾ മുഴുവൻ സെലമിന്റെ യോജിക്കുകയാണെങ്കിൽ ആ സെലമ് പറ്റുന്നതാണ്. മുൻകൂർ കച്ചവടം, അതായത് അടക്കത്തോട്ടങ്ങൾ, അതൊക്കെ എന്തെന്നറിയോ? കർഷകർക്ക് പണം ആവശ്യമായി വരും. ഇവരുടെ കയ്യിൽ പണം ഉണ്ടാവുകയുമില്ല. അപ്പോൾ ചില നിബന്ധനകൾക്ക് വിധേയമായി സെലമ് കച്ചവടങ്ങൾ പറ്റുന്നതാണ്. അത്തരം കാര്യങ്ങൾ ശറഅ അനുവദിച്ചിട്ടുണ്ട്. എന്നാൽ ശ്രദ്ധിക്കുക. എന്താ ഇടയ്ക്ക് ഒരാൾ അവിടെ നിന്ന് എണീറ്റല്ലോ? എങ്ങനെ? സുമാർ കണക്കാക്കിയ തോട്ടം വാങ്ങാം, വിരോധമില്ല. ശറഅ അംഗീകരിച്ചിട്ടുണ്ട്. സുമാർ കണക്കാക്കിയത് വാങ്ങാം. പക്ഷേ അത് ഏകദേശം ശറഅ അംഗീകരിക്കാൻ കാര്യം എന്തുകൊണ്ടെങ്കിൽ അതിൽ ഏകദേശം നിപുണന്മാരായ ആളുകൾ ഉണ്ടാവും. അവർ പറഞ്ഞാൽ മതിപ്പിൽ വല്ലാതെയൊന്നും പിഴക്കൂല. അങ്ങനെ തന്നെ ഒരു കൃത്യത ഉണ്ടാവും. ശറഅ അങ്ങനത്തെ ചില കാര്യങ്ങൾ അംഗീകരിച്ചിട്ടുണ്ട്. ചില ആളുകൾക്ക് ചില കണ്ണുണ്ടാവും. തോട്ടാണ് നോക്കിയാൽ ഇത്ര ഉണ്ടെന്ന് അവർ പറഞ്ഞാൽ അത്ര ഉണ്ടാവും. അതിന്റെ കണക്ക് അങ്ങനെയായിരിക്കും. അതിൽ ചില കണക്കുകൾ അവർക്കുണ്ട്. ചില കാര്യങ്ങൾ ചില ആളുകൾ കയ്യിൽ ഇങ്ങനെ പിടിച്ചാല് ഇത് സ്വർണ്ണാണ് സ്വർണ്ണല്ല എന്ന് പറയുമല്ലോ. നമ്മൾക്കെല്ലാം എല്ലാം മിന്നുന്നതും പൊന്നായി നമ്മൾ അംഗീകരിക്കും. ശ്രദ്ധിക്കുക, വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങളാ. ചില കച്ചവടങ്ങളുണ്ട്, ഇന്നും ഉണ്ട് ചില പ്രദേശങ്ങളിലൊക്കെ. എന്തിന്? അതേപോലെ തന്നെ ഈ കാര്യത്തിൽ ഉൾപ്പെടും. എന്തെന്നറിയോ? കോഴിക്കൊത്തിന് വേണ്ടി കോഴിയെ വളർത്തി വിൽക്കുക. ചില പാലക്കാടൻ ഭാഗങ്ങളിലൊക്കെ ഉണ്ട് മാഷാര്. കോഴിക്കൊത്തിന് വേണ്ടി കോഴിയെ വളർത്തി വിൽക്കൽ ഹറാമാണ്. കോഴിയംഗം, അതിനു വേണ്ടി കോഴിയെ വളർത്തി വിൽക്കൽ ഹറാമാണ്. അതേപോലെ തന്നെ ഇത്തരം കാര്യങ്ങൾ കേവല വിനോദത്തിന് വേണ്ടി കാളയെ വളർത്തുക. കാള അങ്ങനെ വിനോദിക്കേണ്ട ഒരു സാധനമല്ല. അല്ലാഹു തആല എന്തിന് ഏതുപോലെ കാളപ്പൂട്ട്, പോത്തുപൂട്ട്, പോത്തുപൂട്ട് 1 ലക്ഷം 2 ലക്ഷം വിൽക്കുക. വലിയ കാളയെ വിനോദത്തിന് വേണ്ടി കാളയെ വിൽക്കുക. ഇതൊക്കെ ഈ ലിസ്റ്റിലേക്ക് ചേർക്കപ്പെടും. കാരണം ആ സാധുജീവി വിനോദത്തിനുള്ളതല്ല. ഈ ഭൂമിയിൽ നിലമുഴുക എന്നതിന് സഹായിക്കാനാണ് അള്ളാഹു അതിനെ സംവിധാനിച്ചു തന്നിട്ടുള്ളത്. എന്തിന്? കാളയുടെ പുറത്ത് കയറിയപ്പോൾ കാള പുറത്ത് കയറിയവനോട് ഇന്നാലം നുഖ്ലഖ് ലിഹാദ, ഞങ്ങളെ ഇതിനു വേണ്ടി പടച്ചതല്ലല്ലോ എന്ന് പറഞ്ഞ് വിമർശിച്ചു എന്ന ഹദീസ് ഇമാം മുസ്ലിം രേഖപ്പെടുത്തിയത് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. ശ്രദ്ധിക്കുക. അതേപോലെ തന്നെ ചില കച്ചവടങ്ങളുണ്ട്. ചില കച്ചവടങ്ങൾ ശ്രദ്ധിക്കേട്ടോ. എറിയ കുറെ പോത്തുകൾ എറിയ. ഏതിനാണോ ഏറുകൊള്ളുന്നത് വില നിശ്ചയിക്കുക, എന്നിട്ട് എറിയുക, എന്നിട്ട് അതിനങ്ങോട്ട് പിടിക്കുക.
മനസ്സിലായില്ലേ? മുനാബദത്ത് പഴയ കാലത്തൊക്കെ ഉണ്ടായിരുന്നു. പിന്നെന്ത് ചെയ്യുക? ഒരാളെ കയ്യിൽ കല്ല് കൊടുക്കുക. പഴയ കാലത്തൊരു ഒരു കച്ചവടമാണ് എന്ത്? കല്ല് കൊടുക്കുക, എന്നിട്ട് ഒരാളങ്ങോട്ട് എറിയുക. അത്തരം ദൂരം കച്ചവടം നടക്കും, എന്നിട്ട് എറിയും. മനസ്സിലായില്ല? മുനാബറത്ത് പഴയ കാലത്തൊക്കെ ഉണ്ടായിരുന്നു, ഇഷ്ടംപോലെ പഴയ കാലത്ത് ഉണ്ടായിരുന്നു, കല്ലുകൊണ്ട് എറിയുക. ഇന്ന് അങ്ങനെയില്ലെങ്കിലും അതുപോലെയുള്ള കച്ചവടം എല്ലാം ഹറാമാണ്. ഊഹ കച്ചവടങ്ങൾ ശ്രദ്ധിക്കുക. ഈ ഊഹ കച്ചവടങ്ങൾ സ്വർണ്ണ മാർക്കറ്റിൽ ഇഷ്ടം പോലെ വരുന്ന ഒരു കച്ചവടം ഊഹ കച്ചവടം. കച്ചവടമില്ല, പക്ഷെ കച്ചവടം നടക്കും. അതെങ്ങനെ? ഞാന് എല്ലാം ശ്രദ്ധിക്കണുണ്ടോ? കച്ചവടക്കാരൊരു കാണിക്കുന്ന പൊട്ടത്തരത്തിന്റെ ഒരു കാര്യം ഞാൻ ആലോചിച്ച പിന്നെ അത്ഭുതപ്പെട്ടു പോയി. അതായത് നിങ്ങളെ കയ്യിൽ നിന്ന് ഞാൻ 2 കിലോ സ്വർണം വാങ്ങുക. 2 കിലോ, അത് പറയാം, ബ്രോക്കർ പറയാം. ശ്രദ്ധിക്കട്ട, ഞാൻ നിങ്ങളെ കയ്യിൽ നിന്ന് 2 കിലോ സ്വർണം വാങ്ങാം. ഇത്രയെന്ന് കണക്കാക്കിയിട്ട് സ്വർണം വാങ്ങാം. എന്നിട്ട് 50,000 തരും, 1,00,000 തരും, 50,000 തരും, എന്നിട്ട് വാങ്ങാം. എന്നാൽ നിങ്ങളെ കയ്യിൽ 2 കിലോ സ്വർണം ഇല്ല. എന്നിട്ട് എന്ത് ചെയ്യാ? ഇനി പൈസക്ക് ആവശ്യമുണ്ടാകുമ്പോഴോ അല്ലെങ്കിൽ ലാഭം വരുമ്പോഴോ ആ 2 കിലോ തിരിച്ചങ്ങോട്ട് വിൽക്കുക. അന്നത്തെ വിലയും കണക്കാക്കുക. ചിലപ്പോൾ ലാഭം വരും, അല്ലെങ്കിൽ നഷ്ടം വരും. എന്നാൽ അയാളെ തിരിച്ചങ്ങോട്ട് വിൽക്കാനോ ഇയാളെ കയ്യിലും എന്തില്ല? നിങ്ങൾക്ക് മനസ്സിലായില്ല? ഇത് ഇഷ്ടം പോലെ നടക്കുന്നതാ. കോഴിക്കോട് ജില്ലയിലെ പ്രധാനപ്പെട്ട ഒരു പട്ടണത്തിലെ ഒരു ജ്വല്ലറികൾ കൊണ്ട് അറിയപ്പെട്ടിട്ടുള്ള പ്രധാനപ്പെട്ട ഒരു പട്ടണത്തിലെ പ്രധാനപ്പെട്ട ഒരു കച്ചവടം ഇതാണെന്ന് ഒരുപാട് ആളുകൾ എന്നോട് പറഞ്ഞു. കോഴിക്കോട് ജില്ലയിലെ സ്വർണം കൊണ്ട് അറിയപ്പെട്ടിട്ടുള്ള പ്രധാനപ്പെട്ട ഒരു പട്ടണത്തിലെ പ്രധാനപ്പെട്ട ഇന്ന് നടക്കുന്ന ഒരു ബിസിനസ് ഇങ്ങനെയാണ്. അതായത് ഞാൻ സെയ്ദ് സ്വർണ്ണ കച്ചവടക്കാരനാ, എന്റെ കയ്യിൽ ഒരു 10 lakh rupees ഉണ്ട് എങ്കിൽ അല്ല എന്റെ കയ്യിൽ 10 lakh ഒന്നുമില്ല, എന്റെ കയ്യിൽ ഒരു 50,000 അല്ലെങ്കിൽ ഒരു 1 lakh റുപ്യ ഉണ്ട്. ഞാൻ നിങ്ങളെ ഇന്ന് 2 കിലോ സ്വർണം വാങ്ങാം. 2 കിലോ സ്വർണത്തിന് ചിലപ്പോൾ 25 ലക്ഷം രൂപ വേണ്ടി വരും. എന്നാൽ 25 ലക്ഷം രൂപ ഞാൻ നിങ്ങൾക്ക് തരുന്നില്ല. ഞാൻ 50,000, 1,00,000, ഒരു 25,000 ഒരു സംഖ്യ തരും. എന്നിട്ട് നിങ്ങളെ കയ്യിൽ എന്തില്ല? സ്വർണ്ണമില്ല. ഇനി നിങ്ങൾ കുറച്ച് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യും? ആ സ്വർണം ഞാന് കുറച്ച് കഴിഞ്ഞിട്ട് അപ്പൊ സ്വർണം വിലക്ക് വാങ്ങി. ഇപ്പൊ എന്റെ 2 കിലോ സ്വർണ്ണം ഉണ്ട് ആരടുത്ത്, പക്ഷെ അയാളത്ത് സ്വർണ്ണം ഇല്ല. അയാൾ 2 കിലോ സ്വർണ്ണം അയാളെ കയ്യില് ഇല്ല. അയാളെ കയ്യിൽ അങ്ങനെയൊന്നുമില്ല. എന്നിട്ട് ഞാൻ എന്ത് ചെയ്യാ? ചിലപ്പോൾ എനിക്ക് പണം ആവശ്യമുള്ളപ്പോഴോ അല്ലെങ്കിൽ പിന്നെ വിറ്റുവരവിന്റെ ലാഭനഷ്ടങ്ങൾ നോക്കിയിട്ടോ ഞാൻ എന്ത് ചെയ്യാ? തിരിച്ച് അയാൾക്ക് തന്നെ വിൽക്കുക. അപ്പോൾ ലാഭം വരികയാണെങ്കിൽ ചിലപ്പോൾ വലിയ ലാഭങ്ങൾ വരും. ചിലപ്പോൾ വലിയ ലാഭം പ്രതീക്ഷിച്ചിട്ടാണ് അങ്ങനെ ചെയ്യുക. ചിലപ്പോൾ പണത്തിന്റെ ആവശ്യം വരുമ്പോൾ നഷ്ടവും വരാം. പ്രത്യക്ഷത്തിൽ തോന്നിയ ഹലാലായ കച്ചവട, പക്ഷെ ഇവിടെ കച്ചവടം സത്യത്തിൽ ഇല്ല. ഇത് ഹറാമായ കച്ചവട. ഇതിന് ഇല്ല. കച്ചവടം കഴിഞ്ഞാൽ തസ്ലീമിന് കഴിയണം. ഹബീബ റസൂലുള്ള പറഞ്ഞു ഏൽപ്പിച്ചു കൊടുക്കാൻ കഴിയുന്ന കാര്യങ്ങളെ കച്ചവടം ചെയ്യാൻ പാടുള്ളൂ. മഹാന്മാരായ ഫുഖഹാവ് പറഞ്ഞിരിക്കുന്നു. വിഷയം മനസ്സിലായില്ലേ നിങ്ങൾക്ക്? ഇത് സ്ഥിരമായി നടക്കുന്ന ഒരു കച്ചവടമാണ് കോഴിക്കോട് ജില്ലയിലെ. ഞാൻ കോഴിക്കോട് ജില്ല എന്ന് പറഞ്ഞാൽ ഒരു ഉദാഹരണം പറഞ്ഞാണ്. ഇത് സ്വർണം മാത്രമല്ല, പലതിലും. ഉദാഹരണം 10 ചാക്ക് മുളക്. ഇന്നത്തെ മുളക് മാർക്കറ്റിന് ഞാൻ 10 ചാക്ക് മുളക് നിങ്ങളെ കയ്യിൽ നിന്ന് വാങ്ങി. എനിക്ക് മുളക് വേണോ? വേണ്ട. നിങ്ങളെ കയ്യിൽ മുളക് ഉണ്ടാ? മനസ്സിലായില്ല? നിങ്ങളെ വീട്ടില് ഒരു 100-200 ഗ്രാം മുളക് കൊണ്ടുവന്നല്ലാതെ നിങ്ങളെ കയ്യിൽ മുളകുണ്ടോ? അതുമില്ല. എന്നാ 10 ചാക്ക് മുളക് നിങ്ങൾ എനിക്ക് ഇന്നത്തെ മാർക്കറ്റ് റേറ്റിന് വിൽക്കുക. ഞാൻ 50,000 റുപ്യ തരിക, അഡ്വാൻസ് സംഖ്യ തരുക, പൈസ മുഴുവനും കൊടുക്കൂല. എന്നിട്ട് പിന്നെ ഞാന് എന്റെ ആവശ്യത്തിന് തിരിച്ച് വാങ്ങിയ ഈ മുളകും ചാക്ക് അങ്ങോട്ട് തന്നെ വിൽക്കുക. അത് ഉപ്പും ചാക്കാകാം, മുളകും ചാക്കാകാം. വായുവിലുള്ള
ഏത് സാധനവും ഇങ്ങനെ ഉപയോഗിക്കാവുന്നതാണ്. ഇതൊരു ഏർപ്പാടാ. ഉപ്പും ചാക്ക്, മുളകും ചാക്കൊക്കെ ഇഷ്ടം പോലെ കച്ചവടം ഉണ്ട് ഇവിടെ. സ്ഥിരം മുളകും ചാക്ക് കച്ചവടം. ചൂതാട്ടം തന്നെ. മുളകുമില്ല, ചാക്കുമില്ല, ഒരു തരം ചൂതാട്ടം. എന്താണ് ഇതിന്റെ അർത്ഥം? മനുഷ്യന്മാര് ഒരു നന്മ കൊണ്ടുപോയി നാശാക്കുന്ന നിങ്ങൾ നോക്ക്. ഇതൊക്കെ സത്യത്തിൽ പണം കൊണ്ടുള്ള, കച്ചവടം കൊണ്ടുള്ള ചൂതാട്ടമാണ്. ഈ ചൂതാട്ടം ഒരിക്കലും ശറഅ അംഗീകരിക്കൂല. ഇങ്ങനെ പല ജാതി സാധനങ്ങൾ അങ്ങോട്ട് കൊടുക്കുക, ഇങ്ങോട്ട് വാങ്ങുക. സത്യത്തിൽ കൊടുക്കുന്നില്ല, വാങ്ങുന്നില്ല. ഹബീബാ റസൂലുള്ള കച്ചവടം പാടില്ല. ഹബീബാ റസൂലുള്ള പറഞ്ഞു ലാ തസ്തറു സമക ബിൽ മായി ഫഇന്നഹു വററുൻ. കച്ചവടം ചെയ്യുക. ഒരാള് വെള്ളത്തിൽ മുങ്ങാൻ നേരത്തെ അയാൾ പറയാ എന്ത് ഊഹക്കച്ചവടം പാടില്ല. എന്ത് കച്ചവടം ചെയ്യുമ്പോ ഒന്നും കയ്യിലില്ല, ഉറപ്പുമില്ല. വെള്ളത്തിൽ മുങ്ങുന്ന ഒരാൾ സത്യം ചെയ്യുക, കച്ചവടം ചെയ്യുക. അയാൾ സ്ഥിരമായി മുങ്ങിയിട്ട് മത്സ്യം കൊണ്ടുവരുന്ന ആളുമാണ്. ഇത് കച്ചവടം ചെയ്യാ. ഈ മുങ്ങലിനുള്ള മീന് റുപ്യക്ക്. ഇത് ആ കാലത്ത് ഉണ്ടായിരിക്കണം. അതുകൊണ്ട് ഹദീസിൽ വന്നിട്ടുണ്ട്. ഈ ഹദീസ് നിങ്ങൾക്ക് മനസ്സിലായില്ലേ പറഞ്ഞത്? കേറി വരാം, ചിലപ്പോൾ വലിയ മീൻ കിട്ടാം. ഇറങ്ങിപ്പോയിട്ട് മത്സ്യം കൊണ്ടുവരാൻ അയാളുടെ പതിവാണ്. ചിലപ്പോൾ എങ്ങനെയും വരാം, ഒന്നില്ലാതെയും വരാം. ഏതായാലും എന്തില്ല, കച്ചവടം ചെയ്ത നേരത്തെ മുസല്ലമായ ഒരു സാധനവും ഇല്ല. കച്ചവടം ചെയ്ത നേരത്തെ മുസല്ലമായ, ഏൽപ്പിച്ചു കൊടുക്കാവുന്ന ഒരു സംഗതിയും, ഒരു മഖബൂലായ ഒരു സംഗതിയും അയാളെ കയ്യിൽ ഇല്ല. ആ കച്ചവടം ഹറാമാണ്. വെള്ളത്തിൽ കിടക്കുന്ന മത്സ്യത്തെ മുൻനിർത്തി കച്ചവടം നടത്തുക ഹറാമാണ് എന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അത്തരം കച്ചവടങ്ങൾ ഒരു കാലഘട്ടത്തിൽ വളരെ അധികരിച്ചിരുന്നു എന്ന്. അതേപോലെ തന്നെ കൂട്ടിൽ നിന്ന് പാറിപ്പോയ കിളിയെ കച്ചവടം ചെയ്യുക, ആ കൂഹ കച്ചവടം. ഇനി അത് മടങ്ങി വന്നോളം എന്നൊന്നുമില്ല. മടങ്ങി വരൽ പതിവാണെങ്കിൽ പോലും ഇത്. അപ്പൊ ചുരുക്കത്തിൽ ഈ ഊഹ കച്ചവടങ്ങൾ, ഇത്തരം കച്ചവടങ്ങൾ ശറഅ അംഗീകരിക്കാത്ത കച്ചവടങ്ങളാകുന്നു. ഒരിക്കലും ശറഅ ആ കച്ചവടത്തെ അംഗീകരിക്കുന്നില്ല. അതേപോലെ തന്നെ ശ്രദ്ധിക്കുക, തനിക്ക് ഹക്കില്ലാത്തതിനെ വാങ്ങുക. തനിക്ക് ഹക്കില്ലാത്ത ഒരു സാധനം ഒരാൾ കൊണ്ടുവന്നു, കളവ് മുതൽ വാങ്ങാം. അല്ലെങ്കിൽ അവകാശമില്ലാത്തത് വാങ്ങുക. ആ കച്ചവടമെല്ലാം ഫാസിദായ ഹറാമായ കച്ചവടമാകുന്നു. അതിനെ നമുക്ക് ഇങ്ങനെ തുടങ്ങാം. ഒരാള് കട്ടുകൊണ്ടുവരുന്ന മുതലാണെന്ന് അറിഞ്ഞുകൊണ്ട് വാങ്ങൽ ഹറാമാണ്. കട്ടുകൊണ്ട് മോഷ്ടിച്ചു കൊണ്ടുവരുന്ന ഒരു ധനമാണ് എന്നറിഞ്ഞുകൊണ്ട് വാങ്ങൽ ഹറാമാണ്. ആ വാങ്ങലിൽ അയാൾക്ക് വലിയ ലാഭവും കിട്ടും. കാരണം എന്തുകൊണ്ട്? സാധാരണ കൊടുക്കണമൊന്നും കൊടുക്കേണ്ട ആവശ്യം ഉണ്ടാവില്ല. ഇങ്ങോട്ട് നോക്കൂ. ഇതെന്ന് വല്ലാതെ അധികരിച്ചിട്ടുണ്ട്. എങ്ങനെ ചില പൊളി മാർക്കറ്റിൽ നിന്ന് സ്പെയർ പാർട്സ് വാങ്ങാം. മനസ്സിലായില്ല? ചില വാഹനങ്ങൾ എന്ത് ചെയ്യും? പൊളിച്ചിട്ട് അതിന്റെ സ്പെയർ പാർട്സ് വിൽക്കും. ആ വാഹനങ്ങൾ എന്തായിരിക്കും? നിങ്ങൾക്ക് മനസ്സിലാവുണ്ടോ? വാഹനക്കള്ളക്കടത്ത്, വാഹനക്കളവ് എന്നത് ഇന്നത്തെ ഏറ്റവും വലിയൊരു സംഗതിയാണ്. വാഹനങ്ങൾ വലിയ ടാറ്റാ സുമോ ഒക്കെ 1 ലക്ഷം 2 ലക്ഷം കമ്മിയായി കിട്ടും. അത് ഹറാമാണ്, അറിയാം. മനസ്സിലായില്ലേ? അതിനവരെന്തു ചെയ്യും? അവനാര് എന്താണ് RC ഉണ്ടാക്കി തരും. മനസ്സിലായില്ലേ? ലൈസൻസ് ഒക്കെ അതിനായിട്ട് ആളുകൾ നടക്കുന്നുണ്ട് നമ്മുടെ നാട്ടിൽ. ഉദാഹരണം, അത് ഗോവന്നാണ് കിട്ടുക. ഗോവേന്റെ വണ്ടി ഇവിടെ കിട്ടും, ഇവിടുത്തെ വണ്ടി പോണ്ടിച്ചേരി കിട്ടും. മനസ്സിലായില്ലേ? നിങ്ങൾ അറിയാത്തതുപോലെ ഇരിക്കുകയാണല്ലോ, ഒരു അന്തമില്ലാത്തതുപോലെ. മനസ്സിലായില്ലേ നിങ്ങൾക്ക്? ഇവിടുത്തെ അങ്ങനെ ഏർപ്പാടില്ലേ? ഇവിടുത്തെ വണ്ടി പോണ്ടിച്ചേരി കിട്ടും, ഗോവയിൽ അങ്ങോട്ട് കിട്ടും, ഗോവയിലെ വണ്ടി ഇവിടെ കിട്ടും, അല്ലെ? ബോംബെയിലെ വണ്ടി ഇവിടെ കിട്ടും. അതിനൊക്കെ RC ഒക്കെ അവർ ശരിയാക്കി തരും, ലൈസൻസും. നമ്മൾ മാർക്കറ്റ് റേറ്റ് നല്ല കിണ്ണം വണ്ടി, നല്ല ഉഷാറുള്ള വണ്ടി, എന്നാലോ അതിന്റെ പ്രൊഡക്ഷൻ റേറ്റിനേക്കാൾ, ഷോറൂമിലെ റേറ്റിനേക്കാൾ ലക്ഷക്കണക്കിന് ഉറുപ്പ്യ കമ്മിയായിട്ടാണ് ഇവിടെ വാങ്ങുന്നത്. നമുക്കറിയാം ഇതിലെന്തോ ഒരു സംഗതി നടന്നിട്ടുണ്ട്. അറിഞ്ഞുകൊണ്ട് വാങ്ങൽ ഹറാമാണ്. ആ കച്ചവടം ഹറാമാണ്. സ്പെയർ പാർട്സിലൊക്കെ ഇങ്ങനെ ധാരാളമായി കിട്ടും. അത്തരം കച്ചവടങ്ങൾ ഹറാമാണ്. ഒരാള് വഖഫിന്റെ ഭൂമിയെ കൈവശപ്പെടുത്തി, എന്നിട്ട് അയാൾ അത്
വിറ്റു എങ്കിൽ അത് വാങ്ങൽ ഹറാമാണ്. അത് വാങ്ങിയവരിൽ നിന്ന് വാങ്ങലും ഹറാമാണ്. അങ്ങനെ ഇനി എത്ര കാലമായിട്ടുണ്ടെങ്കിലും വേണ്ടില്ല. വഖഫിന്റെ ഭൂമികൾ വിൽക്കാൻ പാടില്ലാത്ത വഖഫിന്റെ ഭൂമികൾ, ആ വഖഫിന്റെ ഭൂമികൾ ഒരാൾ കൈവശപ്പെടുത്തി. 969 ഭൂപരിഷ്കരണ നിയമം വന്നപ്പോൾ പള്ളിയുടെയും മറ്റും ഒരുപാട് മുതലേ അവകാശപ്പെടുത്തി മാപ്പിളമാർ. എന്നിട്ട് അവരതിൽ വീട് കെട്ടിപ്പാർക്കും. കുറെ കാലം കഴിഞ്ഞിട്ടോ അതവരെന്ത് ചെയ്യും? വിൽപ്പന നടത്തും. ഇത് വാങ്ങൽ ഹറാമാണ്. എത്ര കാലം കഴിഞ്ഞാലും അതിൽ മിൽക്കുണ്ടാവുകയില്ല. കാരണം അതിൽ ഒന്നാമത്തെ കച്ചവടം പോലും നടന്നിട്ടില്ല. കാരണം ആദ്യം വിറ്റവന് പോലും ഇത് വിൽക്കാനുള്ള അവകാശം ഇല്ല. ഇത് എന്റെ തൊപ്പിയാണ്, ഇത് ഒരാൾ മോഷ്ടിച്ച് ഒരാൾക്ക് വിറ്റു, അയാൾ വേറൊരാൾക്ക് വിറ്റു. 10 ആളെ കയ്യിൽ നിന്നാണ് ഇത് കിട്ടിയതെങ്കിലും ഞാൻ ഒന്നും കൊടുക്കാതെ വാങ്ങും. കാരണം എനിക്കറിയാം ഇത് എന്റെ തൊപ്പിയാണ്. അപ്പൊ ഇതിന്റെ ഇടയിലൊക്കെ ആളുകൾ പൈസ കൊടുത്തിട്ടുണ്ടല്ലോ, അത് എനിക്കറിയേണ്ട ആവശ്യമില്ല. കാരണം ഒന്നാമത്തെ കച്ചവടം തന്നെ നടന്നിട്ടില്ല. ഒരു മോഷ്ടിച്ച ആഭരണം ജ്വല്ലറിയിൽ നിന്ന് പിടിച്ചാൽ ജ്വല്ലറിക്കാരന് 2 അടിയും കൊടുക്കും, ഉരുപ്പടിയും വാങ്ങും. ആര്? ഞാനിത് പൈസ കൊടുത്ത് വാങ്ങിയതാണ് പോലീസുകാരനോട് പറയാൻ പാടില്ല. കാരണം കളവ് മുതലിൽ എന്ത് തന്നെ ഇല്ല, കച്ചവടം തന്നെ നടന്നിട്ടില്ല. മനസ്സിലായില്ലേ? കച്ചവടം നടന്നാൽ പോലും സത്യത്തിൽ അത് എന്തില്ല, കച്ചവടം നടന്നിട്ടില്ല. മനസ്സിലായിട്ട് പറഞ്ഞത്. സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ ത്വാഹ റസൂലില്ലാഹ്, സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ യാസീൻ ഹബീബില്ലാഹ്, സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ്. കേട്ടോളൂ. ഇനി വേറൊരു കച്ചവടം കേട്ടോ, ഇങ്ങോട്ട് നോക്കൂ. ഇനി നമ്മളെ നാട്ടിൽ നിന്ന് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കച്ചവടം, അഡ്വാൻസ് കൊടുക്കുക, ഖബദ് നടക്കാതിരിക്കുക, മറിച്ചു വിൽക്കുക. ആദ്യത്തെ തന്നെ ഖബദ് നടന്നിട്ടുമില്ല, അക്കച്ചവടം ഹറാമാകുന്നു. മനസ്സിലായില്ല. ഇന്നത്തെ റിയൽ എസ്റ്റേറ്റ് ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ ഹറാം വരും. ശ്രദ്ധിച്ച പ്രശ്നമല്ല. എങ്ങനെ? അയാൾക്ക് കൈവശാധികാരം അയാൾ നമുക്ക് വിട്ടുതരണം. കൈവശാതായത് അതൊരു തേങ്ങ വലിക്കാന്, അതിന്റെ മട്ടലിങ്ങോട്ട് എടുത്ത് മാറ്റാന്, ഇതൊക്കെ അയാൾ നമുക്ക് എന്ത് ചെയ്തു? ഉദാഹരണം പറയാം, ഒരു ടോക്കൺ അഡ്വാൻസ് കൊടുക്കും. 1.25 കോടി ഉറുപ്പ്യയുടെ ഒരു ഭൂമി കച്ചവടം ചെയ്യും. ഒരു ടോക്കൺ അഡ്വാൻസ് കൊടുക്കും. ഉദാഹരണം എക്സാമ്പിൾ 1 ലക്ഷം ഉറുപ്പ്യ, 50,000 ഉറുപ്പ്യ ടോക്കൺ അഡ്വാൻസ് കൊടുക്കും. 1.25 കോടി, 1.5 കോടി, 3 കോടിയുടെ ഉറുപ്പ്യക്ക് 50,000 1 ലക്ഷം കൊടുത്താൽ ഒരു ടോക്കൺ അഡ്വാൻസ് ആണല്ലോ. എന്നിട്ട് എന്ത് ചെയ്യും? അവകാശം ഇയാൾക്ക് നമുക്ക് കിട്ടിയിട്ടുണ്ടാവില്ല. അതിന്റെ വരുമാനങ്ങൾ എടുക്കാൻ ഇയാൾക്കപ്പോൾ അധികാരവും വിട്ടുകൊടുത്തിട്ടുണ്ടാവില്ല. അതിനിപ്പോ കരാർ എഴുതും. 3 മാസം തികയും, 6 മാസത്തിന് കരാർ എഴുതും. പകുതി പൈസ 3 മാസത്തിനുള്ളിൽ തരുക, ബാക്കി ഫുൾ സംഖ്യ 6 മാസത്തിൽ തന്നിട്ട് രജിസ്റ്റർ ചെയ്യാം. നിങ്ങൾക്ക് മനസ്സിലാണ്ട് പറഞ്ഞത്? പകുതി പൈസ കിട്ടുമ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യും? ഭൂമി കൈവശം വിട്ടരും. നിങ്ങൾക്ക് മനസ്സിലാണ്ട് പറഞ്ഞത്? ഇനി ഈ ഭൂമി ഇവിടെ എന്ത് ചെയ്യും? ഇപ്പോൾ തന്നെ ചെന്നിട്ട് എന്ത് ചെയ്യും? അങ്ങോട്ട് വിൽക്കും. എങ്ങനെ? ആ ടോക്കൺ മറിയും. അത് ഹറാമാണ്. കൈവശം വിട്ട് തന്നിട്ടില്ലെങ്കിൽ, റിയൽ എസ്റ്റേറ്റ് ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ വലിയ ഹറാമ് വരും. കൈവശം വിട്ട് തന്നിട്ടില്ലെങ്കിൽ. നിങ്ങൾക്ക് മനസ്സിലാണ്ടോ പറഞ്ഞത്? ഖബൂല് നടക്കണം. കാറിൽ ഖബൂല് എന്ന് പറഞ്ഞാല് അതിനൊരു തേങ്ങ എടുക്കാനുള്ള, തേങ്ങ വലിപ്പിക്കാനുള്ള അവകാശം. മനസ്സിലായേ? ബൈഅും ഖബൂലും 2ആണ്. അതായത് കച്ചവടം നടന്നുകൊണ്ട് ഖബൂൽ നടക്കൂല. ഖബൂൽ എന്ന് പറഞ്ഞാല് കൈവശം വിട്ടുതരണം. എന്ത് നടന്നോളണം എന്നില്ല, രജിസ്റ്റർ നടന്നോളണം എന്നില്ല. നിങ്ങൾക്ക് മനസ്സിലായി പറഞ്ഞത്? രജിസ്റ്റർ നടന്നോളുന്നില്ല. പക്ഷെ എന്ത് കിട്ടണം? കൈവശം വിട്ടുതരണം. ചിലപ്പോൾ കൈവശം വിട്ടു തരൂല. ഇവിടെ ടോക്കൺ അഡ്വാൻസ് കൊടുത്തിട്ടുണ്ടാവുള്ളൂ. ഈ ടോക്കൺ അപ്പുറത്തേക്ക് വിറ്റ്. ഇനി അയാൾ എന്ത് ചെയ്യും? അയാൾ പുറത്തേക്ക് വേറൊരാൾക്ക് വിൽക്കും. വേറൊരാൾക്ക് ഒരു 3-4-5 ആൾക്ക് ഇങ്ങനെ ടോക്കൺ മറിയും. അസലാൾക്ക് പോലും എന്തുമില്ല, ഖബൂല് നടന്നിട്ടുമില്ല. മനസ്സിലായില്ലേ? എന്താ ചോദ്യം? എങ്ങനെ സമ്മതം ഞങ്ങൾ പറയുന്നത്? എങ്ങനെ അങ്ങനെയാണെങ്കിൽ നല്ല നോക്കൂട്ടോ. അങ്ങനെയാണെങ്കിൽ ഉത്തരവാദിത്തം മുഴുവനും അയാൾ ഏറ്റ് ഖബൂല് നടന്നത് പോലെ ആവുകയാണത്.
കബിള നടക്കും, അതായത് കൈകാര്യാധികാരം വിട്ടെന്നാണല്ലോ. അല്ലേ അല്ലേ? എന്നാ വിരോധമല്ല, ഇല്ല വിരോധമല്ല. അപ്പൊ കൈകാര്യാധികാരം വിട്ടെന്നു, അത് പറ്റും, അത് പറ്റും, അത് പറ്റും. ശ്രദ്ധിക്ക്, അത് പറ്റും. അപ്പോൾ കൈകാര്യാധികാരം വിട്ടെന്നിട്ടുണ്ട്, അത് പറ്റും, ഒരു വിരോധമല്ല. നിങ്ങൾക്ക് മനസ്സിലായോ? ഒന്നുകൂടി ഞാൻ പറഞ്ഞുതരാം. കൈകാര്യാധികാരം പൈസ ഒന്നും കൊടുത്തിട്ടില്ല, നമുക്കും വിൽക്കാനാണ്, നമ്മളിതുമ്മ പണിയെടുക്കുമെന്ന് അയാളോടൊന്ന് പറയാ. ഓ, ഒരു വിരോധമല്ല, ഒരു വിരോധമല്ല. നിങ്ങൾ എപ്പോഴാണെങ്കിലും ഓക്കെ. ഇനി നമുക്കങ്ങനെ 3 മാസം കണക്കൂല്ല, ആ പൈസ എപ്പോ കൊണ്ടുവന്നാൽ നമ്മൾ നിങ്ങൾക്ക് വിട്ടുതരും എന്ന് പറയും ചെയ്തു അയാള്. കൈകാര്യാധികാരം വിട്ടുതന്നിട്ടുണ്ട് വാക്കുകൊണ്ട്. ഒരു വിരോധമല്ല, ഒരു വിരോധമല്ല. ഇതൊന്നും നടക്കാതെ ഈ പ്രവർത്തനങ്ങൾ നടത്തും. അതാണ് ഞാൻ സൂക്ഷിക്കണം എന്ന് പറഞ്ഞത്. സൂക്ഷിച്ചിട്ടില്ലെങ്കിൽ ഹറാം വരും, സൂക്ഷിച്ച് ഹറാം വരില്ല. സൂക്ഷിക്കണം. കബിള് വിട്ട്, അത് കബിളാണ്. ഇത് കബിള, വാക്ക് കൊണ്ട് പറയൽ. എന്താ നിങ്ങളെ ചോദ്യം? ആ ആ ആ ആ നേരത്തെ സാധനം നേരത്തെ കൊടുക്കും. ആ ആ ആ അതുവരെ, അതായത് സാധനം ഇയാളുടെ കയ്യിൽ നിന്ന് പോയി, സാധനം ഇയാളെ കയ്യിൽ നിന്ന് പോയി കേട്ടോ. അത്തരം കാര്യങ്ങളും രണ്ട് വിഭാഗം. അതിൽ വഞ്ചന നടത്തിയിട്ടില്ലെങ്കിൽ വിരോധമൊന്നുമില്ല, അങ്ങനെ കാര്യം ചെയ്യാവുന്നതാണ്. അങ്ങനെയൊക്കെ ചെയ്യാം. ഈ വിഷയത്തിന് പോകണ്ട. പറയാം. ഇതൊന്നും കൂടി പറയാം, ഇതൊന്നും കൂടി പറയാം, അതൊന്നും കൂടി പറയാം. എങ്ങനെ എനിക്കറിയാം, മനസ്സിലായി. അതായത് നമ്മളെ ഗോഡൌണിൽ ആ സാധനം പോകും, പിന്നെ ലാസ്റ്റ് വില കൂട്ടി അന്ന് എന്നാണോ വില കൂട്ടി വാങ്ങുന്നത്, അല്ല, വില മുറിഞ്ഞ് വിൽക്കൂല. വില മുറിഞ്ഞ് വിൽക്കാണെങ്കിൽ പിന്നെ കൂട്ടി വാങ്ങാൻ പറ്റൂല. വില മുറിഞ്ഞ് വിറ്റ പിന്നെ കൂടുതൽ വാങ്ങാൻ പറ്റൂല. അല്ല, ഗോഡൌണിൽ നിന്ന് ഇങ്ങനെ, ഗോഡൌണിൽ നിന്ന് സാധനം കൊണ്ടുപോയി അയാളെ ഉത്തരവാദിത്വത്തിലായി ഇപ്പോൾ സാധനം. ഇനി എന്നാണോ കണക്ക് കൂട്ടാൻ ചെല്ലുന്നത് അന്നത്തെ റേറ്റിൽ കണക്കൂട്ടി വാങ്ങി, വിരോധമൊന്നുമില്ല. അതുവരെ അയാളെ കയ്യിൽ അമാനത്ത് പോലെയായിരിക്കും, അയാളെ ഉത്തരവാദിത്വത്തിലായിരിക്കും, വിരോധമില്ല. മനസ്സിലായില്ല? അയാളെ ചോദ്യം എന്താണെന്നറിയോ? അതാണത്. പക്ഷേ നേരത്തെ വില മുറിഞ്ഞ് വാങ്ങിയിട്ട് പിന്നെ കൂടി വാങ്ങാൻ പാടില്ല. ഒരാൾ ചോദിച്ച ചോദ്യം, ഗോഡൌണിൽ നിന്ന് കുരുമുളക് കൊണ്ടുപോവുക, എന്നിട്ട് അപ്പോൾ വിൽക്കണില്ല, വില മുറിഞ്ഞ് വാങ്ങുന്നില്ല. കുറെ കാലം കഴിഞ്ഞിട്ട് എന്നാണോ നമ്മൾ ആ ഡേറ്റ് നോക്കിയിട്ട് ഒരു ഡേറ്റിന് പോയിട്ട് അന്നത്തെ വിലക്കനുസരിച്ച് വാങ്ങാം, വിരോധമൊന്നുമില്ല. അത് ഇയാളെ കയ്യിൽ ഒരു സൂക്ഷിപ്പ് സ്വത്ത് പോലെ ആയിരിക്കും, അയാളെ ഉത്തരവാദിത്വത്തിൽ, വിരോധമൊന്നുമില്ല. പക്ഷെ നേരത്തെ വില മുറിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ കൂടുതൽ വാങ്ങാൻ പാടില്ല. ആ വിഷയത്തിലേക്ക് ഒന്നും കൂടെ വരി. വിഷയം ഇവിടെ പേച്ചു. ഒന്നും കൂടെ വരി. ഇന്നത്തെ റിയൽ എസ്റ്റേറ്റുകാർ നല്ല പോലെ ശ്രദ്ധിക്കണം. കബിള് ഉണ്ടാവുകയോ അല്ലെങ്കിൽ കബിള് പോലെയുള്ള തത്തുല്യ അവകാശം വിട്ടുതരികയോ ചെയ്യാതെ, വാക്കാൽ വിട്ടുതരിക പോലും ചെയ്യാതെ കച്ചവടം ഇങ്ങനെ മടങ്ങുന്ന ചില പരിപാടികൾ ശരിക്കട്ടോ, അത് വളരെ ഹരമാണ്. ഇന്നത് വേറെ ഒരു പ്രശ്നം നടക്കുന്നുണ്ട്. ഇന്ന് വേറെ ഒരു പ്രശ്നമുണ്ട്. എന്തെന്നറിയോ? കച്ചവടം നടക്കൂല, ഒറിജിനൽ കച്ചവടം നടക്കൂല. എങ്ങനെ? ഞാൻ നിങ്ങളെ 5 കോടി റുപ്യയുടെ ഒരു ഭൂമി കച്ചവടം ചെയ്തു, എന്നിട്ട് ഞാൻ ഒരു 50,000 റുപ്യ നിങ്ങൾക്ക് തന്നു. എന്നിട്ട് ഞാൻ ഓടുകയായിരിക്കും, രാവും പകലും ഓടും. എന്തിന്? ഇത് മറിച്ച് വിൽക്കാൻ. മറിച്ച് വിൽറ്റിട്ടില്ലെങ്കിൽ പിന്നെ നമ്മൾ എന്ത് ചെയ്യും? പൈസ ഒഴിക്കും. സത്യത്തിൽ ഇത് കിട്ടിയാൽ കിട്ടി എന്ന നിലയ്ക്ക് എന്തെന്നെ നടന്നിട്ടുള്ളൂ? കച്ചവടം നടന്നു. ആ കച്ചവടം ഹറാമാണ്. മനസ്സിലായില്ല പറഞ്ഞത്? ഇയാളെ മനസ്സിൽ എന്തില്ല? മറ്റയാള് വിറ്റു, നമ്മൾ വാങ്ങിയപ്പോൾ തന്നെ സത്യത്തിൽ എന്തായിട്ടില്ല? മനസ്സിൽ പൂർണ്ണമായി വാങ്ങിയിട്ടില്ല. അതെങ്ങനെ? 5 കോടി രൂപയുടെ ഒരു സാധനത്തിന് 50,000 റുപ്യ ടോക്കൺ കൊടുത്തിട്ട് പോവുക, എന്നിട്ട് 3 മാസത്തിന്റെ ഉള്ളിൽ ഓടുക. എന്തിന്? മറിച്ച് വിൽക്കാൻ വേണ്ടി. വിൽക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിലോ?
അതൊരു പ്രശ്നമല്ല. ഇങ്ങനെ ലക്ഷങ്ങൾ ഇവന് ഇടക്കിടക്ക് കിട്ടാറുണ്ട്. ഈ കച്ചവടം ഹറാമാണ്. ആ കച്ചവടം അയാള് വിറ്റു, ഇയാളോ എന്നിട്ടോ ഇയാൾ ഇത് വിചാരിച്ചിട്ട് ഇനി വേറെ കച്ചവടം ചെയ്യും. അത്തരം സാഹചര്യങ്ങളിൽ ബായിഅന് അഥവാ അയാൾക്ക് ധനം വിറ്റ ആൾക്ക് നഷ്ടങ്ങൾ വന്നാൽ അത് വസൂലാക്കൽ ഇയാളിൽ നിന്നായിരിക്കുകയും കോടതി ഇടപെട്ട് ഇയാളിൽ നിന്ന് വസൂലാക്കി കൊടുക്കുകയും ചെയ്യേണ്ടതാണ്. നാട്ടുകൂട്ടമോ കോടതിയോ ഇടപെട്ട് അയാളുടെ നഷ്ടങ്ങൾ നികത്തണം. എന്തുകൊണ്ട്? അയാളിത് വിറ്റിട്ടുണ്ടാവുക മോളെ കല്യാണത്തിന് വേണ്ടിയാവും, അല്ലെങ്കിൽ മോനൊരു വീട് വെച്ചു കൊടുക്കാൻ വേണ്ടിയാവും, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഹാക്കറ വഹാക്കറ ഒരാവശ്യത്തിന് വേണ്ടിയാവും. ഇവനത് വാങ്ങുന്നതോ മറിച്ച് വിൽക്കാനാ, ഇല്ലെങ്കിൽ ആ ടോക്കൺ ഒഴിക്കും. 5 ലക്ഷത്തുമേലാണെങ്കിൽ ഒരു 10,000, കോടിയുടെ ആണെങ്കിൽ ഒരു 50,000, ഇങ്ങനെ ആ 50,000 ഒന്ന്. ഇനി വേറൊരു വിഷയം, കച്ചവടത്തിന് അഡ്വാൻസ് കൊടുക്കുകയും എന്നാൽ ആ കച്ചവടം പിന്നീട് നടപ്പിലാകാതിരിക്കുകയും ചെയ്താൽ അഡ്വാൻസ് സംഖ്യകൾ ഞങ്ങൾക്കെടുക്കാമെന്ന ഒരു ധാരണ പുലർത്തുന്നുണ്ട്. അത് ശരിയായ രീതിയല്ല. മനസ്സിലായില്ല? ബൈഉൽ ഉർബൂൻ എന്ന് പറയും. ബൈഉൽ ഉർബൂൻ അഡ്വാൻസ് കച്ചവടം അത് ശറഅ് വിലക്കിയിട്ടുണ്ട് ഹബീബ നബിയുടെ കാലത്ത്. ബൈഉൽ ഉർബൂൻ, ഉർബൂൻ എന്ന് പറഞ്ഞാൽ അഡ്വാൻസ്. മനസ്സിലായില്ലേ? ബൈഉൽ ഉർബൂൻ എന്ന ഒരു കച്ചവടം ഉണ്ട്. അതായത് കച്ചവടം ചെയ്യുക, എന്നിട്ട് ഒരാൾക്ക് അഡ്വാൻസ് കൊടുക്കും. സന്ദർഭവശാൽ കച്ചവടം നടന്നിട്ടില്ലെങ്കിൽ പിന്നെ ആ അഡ്വാൻസ് സംഖ്യ കച്ചവടം നടന്നാല് ബാക്കി പൈസ അതിലേക്ക് കൊടുക്കും. ഉദാഹരണം അല്ലേ, ഒരു ഉദാഹരണം പറയും. ഒരു ഉദാഹരണം പറയും. ഒരു 10 ലക്ഷത്തിന്റെ ഒരു കച്ചവടം ചെയ്തിട്ട് ഒരു 25,000 റുപ്യ അഡ്വാൻസ് കൊടുത്തു. എന്നെ ബാക്കിയുള്ള 9.25 കൊടുക്കണം. ഇനി 9.25 കൊടുക്കാൻ ഇയാൾക്ക് കഴിഞ്ഞിട്ടില്ല. സന്ദർഭവശാൽ പറ്റിക്കലുമല്ല, ഇത് പറ്റിച്ചതുമല്ല. പറ്റിച്ചതാണെങ്കിൽ തന്നെ ഇതെടുക്കാനും പാടില്ല. അതിന് ന്യായയുക്തമായ ഒരു മധ്യസ്ഥ മുഖാന്തരമുള്ള തീരുമാനം ഉണ്ടാക്കാനേ പാടുള്ളൂ. മനസ്സിലായില്ലേ? ഇനി കച്ചവടം നടന്നിട്ടില്ലെങ്കിൽ പിന്നെ 25,000 നമ്മളതാണ് അല്ലേ? അങ്ങനത്തെ ധാരണ അല്ലേ? അഡ്വാൻസ് സംഖ്യ മടക്കി കൊടുക്കണ്ട. അത് ശറഅ് നിരോധിച്ചിട്ടുള്ള കച്ചവടമാണ് ബൈഉൽ ഉർബൂൻ. ശറഅ് നിരോധിച്ചതാണ്. വളരെ ശ്രദ്ധിക്കണം, അത് പാടില്ലാത്തതാണ്. അഡ്വാൻസ് പൈസമാണ്. കച്ചവടം നടന്നിട്ടില്ലെങ്കിൽ നമുക്ക് കിട്ടും എന്ന്. മനസ്സിലായില്ലേ പറഞ്ഞത്? ഈ കച്ചവടം നേരത്തെ നടത്തി ഒരു അഡ്വാൻസും വാങ്ങി ആ കച്ചവടം അയാൾ പൂർത്തിയാക്കിയില്ലെങ്കിൽ നിങ്ങൾക്ക് അതുവഴി വരുന്ന നഷ്ടം ഉണ്ടല്ലോ, ആ നഷ്ടം മധ്യസ്ഥന്മാർ മുഖാന്തരം ഈ അഡ്വാൻസ് സംഖ്യയിൽ നിന്ന് മധ്യസ്ഥന്മാർ മുഖാന്തരം ഇയാളിൽ നിന്ന് വസൂലാക്കാവുന്നതാണ്. നഷ്ടം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അവിടെ കളവ് പറയാനും പാടില്ല. മനസ്സിലായില്ലേ? എന്നല്ലാതെ അഡ്വാൻസ് സംഖ്യ നമ്മൾ പിടിച്ചു വെക്കുക എന്നുള്ളത് ജായിസാവൂല. നിങ്ങൾക്ക് മനസ്സിലായോ? മനസ്സിലായില്ലേ പറഞ്ഞത്? മനസ്സിലായില്ലേ? റിയൽ എസ്റ്റേറ്റുകാരൊക്കെ ഒരു സൈഡിലേക്ക് ഇങ്ങനെ നീങ്ങുന്നുണ്ട്. മനസ്സിലായില്ലേ? ആ ശ്രദ്ധിക്കുക, വളരെ ശ്രദ്ധിക്കണം. ഇത്തരം കച്ചവടങ്ങൾ വളരെ ശ്രദ്ധിക്കണം. ഇന്നതൊക്കെ വളരെ കൂടുതലുണ്ട്. ഈ ടോക്കൺകൾ മറിയുന്ന പണി വലിയ മോശപ്പെട്ട പണിയാണ്. വെറുതെ ഇങ്ങനെ മറിയും. എന്നാൽ ശ്രദ്ധിച്ചിട്ടാണെങ്കിൽ പറ്റും. ഇനി ഇവിടെ വേറൊരു കാര്യമുണ്ട്. ഇയാൾക്കാണ് കൈവശാധികാരം നൽകിയത്. അല്ല, ഇയാൾക്കാണ്. ഇനി അവിടെ പ്രശ്നമാണ് കേട്ടാ. ഈ രണ്ടാമത്തെ പ്രശ്നം ഞാൻ പറഞ്ഞുതരാം. ഒരാളെ കയ്യിൽ നിന്ന് നമ്മൾ 5 കോടി രൂപയുടെ ഒരു സാധനം 50,000 കൊടുത്തിട്ട് വാങ്ങി കൈവശം കിട്ടിയതുമില്ല. പക്ഷെ വാക്കാൽ നമുക്ക് കച്ചവടത്തിന് അവർ അധികാരം നൽകി വാങ്ങി. ഇനി നമ്മൾ എന്ത് ചെയ്തു? ആ ഭൂമി നമ്മൾ മറിച്ച് വിറ്റാൽ അത് ഉപഭോക്താവിനെ വിൽക്കാൻ പാടുള്ളൂ. നേരെ എന്തുകൊണ്ട്? ആ ഭൂമി വേറൊരു കച്ചവടക്കാരൻ നമ്മൾ വിൽക്കുക. അയാൾ വാങ്ങണത് എന്തിന്? മറിക്കാൻ. അത് അയാൾക്ക് നിങ്ങൾ കച്ചവടം ചെയ്തോളൂ എന്ന് പറയാനുള്ള അധികാരം നമുക്കില്ല. എന്തുകൊണ്ട്? നമുക്ക് തന്നെ അസ്ലിൽ ഖബൂല് ഉണ്ടായിട്ടില്ല. നിങ്ങൾക്ക് മനസ്സിലായില്ല പറഞ്ഞത്? നേരെ മറിച്ച് ഉപഭോക്താവിന് വിൽക്കാം. ഇപ്പൊ ഉദാഹരണം 10 സെന്റ് ഭൂമി എനിക്ക് കബൂല് ഉണ്ടായിട്ടില്ല, എങ്കിലും വിറ്റോളൂട്ടോ എന്നയാൾ സമ്മതം, നമ്മളോട് കച്ചവടത്തിന് സമ്മതം തന്നു. നമ്മൾ അത് ആർക്ക് വിൽക്കാം? വീട് വെക്കുന്ന ഒരാൾക്ക് വേണ്ടി വിൽക്കാം. നേരെ മറിച്ച് മറ്റേ ആളോടും നമുക്ക് കബൂല് നടക്കാത്ത ഒരു കാര്യത്തിൽ നമ്മളെ മസ്ലഹത്ത് പ്രകാരം അയാൾ തന്നിട്ടുള്ള വിറ്റോളൂ എന്നൊരു വാക്കുമേൽ നമ്മൾ ചെയ്തത്, ഇനി വേറൊരാളോട് നമുക്ക് കബൂലില്ലാത്തൊരു കാര്യത്തിൽ വിറ്റോളൂ എന്ന് പറയാൻ നമുക്ക് അധികാരം ഉണ്ടാവുകയില്ല. അത് പ്രശ്നം ഉണ്ടാവും. അത് വളരെ ശ്രദ്ധിക്കണം.
വളരെ ശ്രദ്ധിക്കണം. അതിനൊക്കെ എന്താ വേണ്ടതെന്നറിയോ? കച്ചവടത്തിന് സത്യം നമ്മൾ കൊണ്ട് നടക്കണം. ഒരു കബുൽ എപ്പോഴും ഉണ്ടാക്കാൻ ശ്രമിക്കണം. ഒരു എന്തെങ്കിലും ഒരു കാര്യമായി നമുക്ക് കൊടുത്തിട്ട് കബുലാക്കണം. കബുലാക്കിയപ്പോൾ നമുക്ക് എന്തും ചെയ്യാം. നമ്മൾ കേവലം കച്ചവടത്തിന് മാത്രമല്ല, എന്തും ഈ കച്ചവടത്തിന് മാത്രമുള്ള അധികാരം സമ്പൂർണ്ണ അധികാരം ആവില്ല. എന്തുകൊണ്ട്? അപ്പോൾ തേങ്ങ വലിക്കാൻ പറ്റുമോ? നിങ്ങൾക്ക് മനസ്സിലായില്ല പറഞ്ഞത്? ഉദാഹരണം, മാസത്തിൽ 50,000 ഉറുപ്പികയുടെ ഒരു വാടക കെട്ടിടം നമ്മൾ വാങ്ങി, ഒരാളെ കയ്യിൽ നിന്ന് വാങ്ങിയപ്പോൾ അയാൾ നമ്മളോട് പറഞ്ഞു വിറ്റോളൂ എന്നും പറഞ്ഞു. നിങ്ങൾ വിറ്റോളൂ വിരോധമൊന്നുമില്ല. നമ്മൾ കാര്യമായ സംഖ്യ ഒന്നും കൊടുത്തിട്ടില്ല. വിൽക്കാൻ നമുക്ക് അധികാരമുള്ളത് പൂർണ്ണമായ അധികാരമാവുകയില്ല. എന്തുകൊണ്ട്? അപ്പോൾ തന്നെ ആ മാസത്തെ വാടക നമുക്ക് വാങ്ങാൻ പറ്റുമോ? മനസ്സിലായില്ല. അപ്പൊ തൽക്കാലം നമ്മളെ മസ്ലഹത്തിന് വേണ്ടിയുള്ള ഒരു ക്രയവിക്രയാധികാരം അയാൾ തന്നൂന്ന് വിചാരിച്ചിട്ട് അത് സമ്പൂർണമായ ഒരു അധികാരമായിട്ട് വേറൊരാൾക്കും നമ്മൾ അധികാരം കൈമാറുക എന്നത് പാടില്ലാത്തതാകും. അതാ പറഞ്ഞത്, വളരെ ശ്രദ്ധിക്കണം എന്നർത്ഥം. ഇത് വളരെ വാങ്ങാൻ ഉദ്ദേശമില്ലാതെ വാങ്ങുക. പിന്നെ കേവലം അഡ്വാൻസ് കൊടുത്ത് മറിച്ച് വിൽക്കുക. ഇതൊക്കെ ഇന്ന് സർവ്വസാധാരണയായി നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. ഒരാൾ ഒരു ധനം രണ്ടാക്കി വിറ്റാൽ ആദ്യം ആർക്കാണോ വിറ്റ അയാളാണ് അധികാരി. ഒരു ധനം രണ്ടാക്കി വിറ്റാൽ ആദ്യം ആർക്ക് വിറ്റോ അയാളാണ് അധികാരി. ഒറ്റ വാക്കുകൊണ്ട് തീർക്കാൻ സമയം പറ്റാൻ കഴിഞ്ഞുപോയി. ഇനി സിംസാറിന്റെ കൂലിയാണ്. സിംസാർ എന്ന് പറഞ്ഞാല് ദല്ലാള് എന്നർത്ഥം. സിംസാർ, ദല്ലാൾ, വിരോധമില്ല. അയാൾക്ക് എത്രയും വാങ്ങാം ഉറൂഫ് അനുസരിച്ചാണെങ്കിൽ. പക്ഷേ ഒരു ഉറൂഫ് അങ്ങനെ ഉണ്ടെങ്കിൽ അയാൾക്ക് എത്രയും വാങ്ങാം. ഒരു ഉറൂഫ്, ഒരു സാധാരണഗതിയിൽ അങ്ങനെ ദല്ലാലിക്ക് കൊടുക്കലും വാങ്ങലും ഒക്കെ ഒരു രീതി ഉണ്ടെങ്കിൽ അതിൽ വിരോധമൊന്നുമില്ല. വാങ്ങാം, കൊടുക്കാം. പക്ഷേ അയാൾ അതിലൊക്കെ ഒരു മാർദ്ദവം കാണിക്കൽ വളരെ ആവശ്യമാണ്. കേവലം ഒരു കൂലി അയാൾക്ക് കിട്ടിയാലും മതിയാവൂല. ഉദാഹരണം, ഒരാളെ കയ്യിലെ ഭൂമി വേറൊരാൾക്ക് വിൽക്കുന്നതോടുകൂടെ ഒരു ദിവസക്കൂലിയൊന്നും അയാൾക്ക് കിട്ടിയാൽ മതിയാവൂല. എന്തുകൊണ്ട്? ഇയാൾക്ക് ഇതിൽ ഒരുപാട് റിസ്ക് ഉണ്ടാവും. എന്തുകൊണ്ട്? ഇനി 6 മാസം ഇയാളെ തലയിലാണ്. ഈ 6 മാസം ഇയാൾ ഇതുകൊണ്ട് തല പുണ്ണാകണം, ഇല്ലേ? കാരണം ഇതിന്റെ പേരിൽ ഒരു കച്ചവടക്കാരൻ വിറ്റവൻ കണ്ണൂര്, വാങ്ങിയവൻ പാലക്കാട്. നീ ഇയാൾക്ക് പണി എപ്പോഴും ഫോൺ ചെയ്യുമ്പോ എവിടെയാ? ഞാൻ പാലക്കാടാ. എന്നോ ഒരു കുറഞ്ഞ ദല്ലാൽ പൈസ കിട്ടി എന്നതിന്റെ പേരിൽ ഇയാൾക്ക് സദാ പണി കണ്ണൂര് പാലക്കാട്, കണ്ണൂര് പാലക്കാട് നടക്കുന്ന പണി. അയാൾക്ക് ഇതിന്മേൽ എന്തുണ്ട്? റിസ്ക് ഉണ്ട്. അതുകൊണ്ട് ഒരു ഉറുഫിൽ സാധാരണഗതിയിൽ അറിയപ്പെട്ട ഒരു ദല്ലാൽ സംഖ്യ ദല്ലാളി വാങ്ങുന്നതിന് വിരോധമൊന്നും ഇല്ല. പക്ഷെ അയാൾ അതിന് ഏർപ്പാടിനോട് ഇടയിൽ ഒരിക്കലും കളവ് പ്രയോഗിക്കാൻ പാടില്ല. ഇങ്ങനെയും ദല്ലാൾക്ക് ചെയ്യാവുന്നതാണ്. എങ്ങനെ? ഒരു ഭൂമി കാണിച്ചു, 50,000 ഉറുപ്പിക എനിക്ക് സെന്റിമേൽ കിട്ടണം. നീ എത്രക്ക് വിറ്റാലും വേണ്ടില്ല, വിൽപ്പന താമസിപ്പിക്കാൻ പാടില്ല എന്ന് പറഞ്ഞു. എങ്കിൽ നമ്മളത് 60,000 വിറ്റു. എന്നാൽ അയാൾക്ക് എത്ര കൊടുത്താൽ മതിയാകും? മതിയാകും. ഇങ്ങനെ പറയും. 50,000 ഏറെ കിട്ടുന്നതിലൊക്കെ നമുക്ക് 50-50. പക്ഷേ ഏറെ കിട്ടുമെന്ന് കരുതി 50,000 വന്ന ഈ മസ്ലഹത്ത് കച്ചവടം ഇയാൾ മുടക്കാൻ പാടില്ല. അത് വലിയ പ്രശ്നം. ഇയാൾ ഇങ്ങനട്ട് ചവിട്ടും അവിടെ. എന്തിന്? മനസ്സിലായില്ല നിങ്ങൾക്ക്? ഇയാൾ ഈ ഭൂമി ഇങ്ങനട്ട് ചവിട്ടും. കാരണം കൂടി കിട്ടിയാൽ മൊത്തം ഇയാൾക്ക് ഇങ്ങോട്ട് കിട്ടും. എന്നാൽ തന്നെ ഇയാൾക്ക് എന്ത് കിട്ടുമല്ലോ? ഒരു ഉജറത്തുൽ സിൻസാർ, ഒരു ദല്ലാലിന്റെ കൂലി ഇയാൾക്ക് എല്ലാവർക്കും കിട്ടുമല്ലോ. ഈ കച്ചവടത്തിൽ താമസിപ്പിക്കാതെ ഇയാൾ ചെയ്യുകയാണെങ്കിൽ വിരോധമൊന്നുമില്ല. എന്നാൽ ദല്ലാൽ ഒരിക്കലും ഇങ്ങനെ ചെയ്യാൻ പാടില്ല. എങ്ങനെ? എനിക്കിടുമേൻ 40,000 കിട്ടിയാൽ നമുക്കിത് കൊടുക്കാം, ഈ വിറ്റോ, ഞാൻ നിനക്ക് വേണ്ടത് ചെയ്യാന്ന് പറഞ്ഞു. ഇയാൾ കൊണ്ടുപോയിട്ട് എന്ത് ചെയ്തു? വേറൊരാൾക്ക് 60,000 വിറ്റു. വിറ്റിട്ട് എന്ത് ചെയ്യും? അയാളോട് ഭൂമി നല്ല സ്ഥലമാണ്, ഞാനായതുകൊണ്ട് വാങ്ങിത്തരാണ്, പക്ഷെ ഒരിക്കലും ഈ പൈസ അയാളോട് പറയാൻ പാടില്ല എന്ന് പറയാം. മനസ്സിലായില്ല? 60,000 ആണെന്ന് നിങ്ങൾക്ക് മനസ്സിലായില്ല പറഞ്ഞത്? അതല്ല, ഈ നേരിട്ട് എങ്ങാനോ ഇടപെടുകയാണെങ്കിൽ അതിന് ഒരുപാട് ചൊറണ്ട്, ഞാൻ ഇതിൽ ഇടപെടും, കോലിടും, പിന്നെ കച്ചവടം നടക്കൂല അറിയാം. അപ്പോ ഇവിടെ എന്ത് ചെയ്യും? വാങ്ങിയവനും കൊടുങ്ങും. നേരിട്ട് ഇടപെട്ടാൽ കൊടുങ്ങും, നേരിട്ട് വാങ്ങാൻ പറ്റൂല, അപ്പോൾ കൊടുങ്ങും. എന്നാലാട്ടെ ഇയാളിപ്പ അന്വേഷണത്തിൽ എത്ര പറയും? 60,000 എന്ന് പറയും. മനസ്സിലായില്ലേ പറഞ്ഞത്? അല്ല, ഇയാൾ വിറ്റത് 60,000 വിൽക്കുക.
മനസ്സിലാണ്ട പറഞ്ഞത്? 60,000 വിറ്റിട്ട് അവിടെ എത്ര പറയാ? 40,000 എന്ന് പറയാ. സെന്റിമൽ 20,000 ഇയാൾ എടുക്കുക. പിന്നെ അവിടുന്ന് ഒരു ദല്ലാൽ കൂലിയും വെക്കും. അവിടെയൊക്കെ ദല്ലാൽ കൂലി വളരെ ലഘുവാക്കും. നിങ്ങൾ കണ്ടതാണ് മൊലാളി. നമ്മൾക്ക് അങ്ങനെയൊന്നും കണക്കില്ലല്ലോ എന്ന് വേണമെങ്കിൽ ഒപ്പിച്ചു പറയും. ഈ പ്രവർത്തനം ഇത് ചിലപ്പോൾ പൊട്ടും. കഴിഞ്ഞ കൊല്ലം കോഴിക്കോട് ജില്ലയിലുണ്ടായ ഒരു വിഷയത്തിൽ ഞാൻ ഇടപെടേണ്ട ഒരു വിഷയം ഉണ്ടായി. എന്താ? ആ ഉപഭോക്താവിന്റെയും ഉടമസ്ഥന്റെയും ഇടയിൽ വലിയ വില വ്യത്യാസപ്പെടുത്തിയിട്ട് വിറ്റിട്ട് മേമ്പൊടി പൈസ ആദ്യം വാങ്ങിയിട്ട് ദല്ലാളുമാര് ഓഹരി വെച്ച് പിന്നെ കച്ചവടം തെറ്റി നോക്കുമ്പോ ഓഹരി തന്നെ 35 ലക്ഷം ഉറുപ്പ്യ ഉണ്ട്. ഇവിടെ അടുത്ത് നടന്നൊരു സംഭവം. എത്ര മേമ്പൊടി ഓഹരി വെച്ചത് എത്ര ഉണ്ട്? 30. പിന്നെ ദുനിയാവിലുണ്ടാവില്ല ആര്? ദല്ലാളി. കാരണം കച്ചവടം പിന്നെ കച്ചവടം തെറ്റിയാൽ പിന്നെ ഇവിടെ ഈ 35 ലക്ഷം മടക്കണല്ലോ. 35 ലക്ഷം എങ്ങനെ? ഇവരെ 6 ആള് കൂടിയിട്ട് അതാണ് ഓരി വെച്ച് യാള്ളമാസലാം. ഈ സംഭവം സാധാരണയായി ഉണ്ടാവാറുണ്ട്. ഇത് ഹറാമാവും. ഇവിടെ ഉറപ്പിച്ച് ഇങ്ങനെ പറയുകയാണെങ്കിൽ എനിക്കിതിൽ കിട്ടേണ്ടത് 50,000 ബാക്കിയുള്ളത് നീ എടുത്തോന്ന് പറഞ്ഞു, അല്ലെങ്കിൽ നമുക്ക് കൂടെ എടുക്കാന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ അതിന്റെ പേരിൽ കൃത്രിമമോ താമസിപ്പിക്കലോ ചെയ്യാതെ എത്രയും അയാൾക്ക് വിൽക്കാവുന്നതാണ്. വിരോധമൊന്നുമില്ല. ഫളൽ അല്ലല്ല ഇവിടെ അതായത് 50,000 നമുക്ക് കിട്ടേണ്ടത്. എനിക്ക് കിട്ടേണ്ട അസല് വില എത്രക്കും നീ വിറ്റോ എന്ന് പറഞ്ഞാൽ ഇത് ഏത് വിലക്കും വിൽക്കാനുള്ള ഒരു അനുവാദം ആരെ കയ്യിൽ നിന്നുണ്ട്? ബായന്റെ കയ്യിൽ നിന്ന് ഉണ്ടായിരിക്കുന്നതാണ്. അത് നല്ല പോലെ മനസ്സിലാക്കണം. അയാൾ എത്രക്ക് വിറ്റാലും അത് ഇയാളുടെ വിൽപ്പന തന്നെയാണ്. ആ വിൽപ്പന 1 ലക്ഷത്തിന് വിറ്റാലും അത് ഇയാള് അസിൽ അംഗീകരിച്ചിട്ടുണ്ട്. ഈ എത്രക്കും വിറ്റോൻ. അപ്പൊ ഇയാൾ എത്രക്ക് വിറ്റാലും ഉത്തരവാദി ഇയാൾ തന്നെയാണ്. മനസ്സിലായില്ലേ? പക്ഷെ എങ്ങനെ ആയിരിക്കണം? ഫളൽ എങ്ങനെ ബ്രോക്കർ വിൽപ്പിച്ച് കച്ചവടം നടക്കാതെ ബ്രോക്കറേജ് വാങ്ങി. അങ്ങനെ കച്ചവടക്കാര്, അങ്ങനെ ദല്ലാൽമാർ ബുദ്ധിമുട്ടാക്കുക. അതായത് കച്ചവടം നടക്കാതെ പോകും. എന്നാലും ദല്ലാൽമാർ എന്ത് ചെയ്യും? പക്ഷെ അവിടെ വേറൊരു പ്രശ്നം എന്താണെന്ന് അറിയോ? അത്തരം സാഹചര്യങ്ങള് ഇവര് രണ്ടാളും ബായും മുസ്തരിയും കുറച്ചു കാലം കഴിഞ്ഞാൽ എന്നാ കച്ചവടം വേണ്ടെന്ന് പറയും. ഇതുവരെ ഈ സാധുക്കൾ ഇങ്ങനെ പാഞ്ഞു നടന്നാല് ഒരു മാന്യമായ എന്തെങ്കിലും അവർക്ക് അതിന്റെ പിന്നിൽ കൊടുക്കേണ്ടതായിരിക്കും. ഒരു മാന്യമായ കൊടുക്കേണ്ടി വരും. ഒരു മാന്യമായ എന്തെങ്കിലും കൊടുക്കേണ്ടി വരും. അതേപോലെ മുഅ്മിനീങ്ങളെ, കച്ചവടക്കാർ പൂഴ്ത്തിവെക്കുക ഹറാമായ കാര്യമാകുന്നു. നാളെ വില കൂടുമെന്ന് വിചാരിച്ച് പൂഴ്ത്തിവെക്കുക മല്യക്ക് വില കൂട്ടി ഹറാമാകുന്നു. സത്യത്തിൽ ആസിലിൽ വില കൂടിയതല്ല, ആവശ്യത്തിനനുസരിച്ച് വർദ്ധിപ്പിച്ചു, വില കൂട്ടി. പഴങ്ങൾ അപ്രകാരം സീസൺ കണക്കാക്കിയിട്ട് പൂഴ്ത്തിവെച്ച് വില കൂട്ടുക, സാധനം കുറക്കുക, എന്നിട്ട് മാർക്കറ്റ് അങ്ങോട്ട് കൂട്ടുക. ഈ പ്രവർത്തനങ്ങൾ, പെട്രോള് ഡീസല്, ഇതൊക്കെ ഇങ്ങനെ ചെയ്യുക, ഇതൊക്കെ വളരെ മോശപ്പെട്ട പ്രവർത്തനമാണ്. ഒരാൾ നിർബന്ധമായി കച്ചവടം ചെയ്യിപ്പിച്ചാൽ അത് കച്ചവടമാകുന്നതല്ല. നിർബന്ധിച്ച് ഒരാൾ എന്റെ ഭൂമി വിൽക്കന്നെ വേണമെന്നാണ് നിർബന്ധിപ്പിച്ചു വാങ്ങി. എന്നാൽ കടക്കാർക്ക് അങ്ങനെ ചെയ്യാവുന്നതാണ്. ഹാക്കിം മുഖാന്തരം, ഭരണാധികാരിയോ നാട്ടുമധ്യസ്ഥനോ മുഖാന്തരം കടം കൊണ്ട് കുടുങ്ങിയ ഒരാളുടെ കടക്കാർ അയാളെ ഭൂമിയെ വിൽപ്പന നടത്തിപ്പിച്ചാൽ വിരോധമൊന്നുമില്ല. അല്ലാതെ ചില ചട്ടമ്പിമാർ അവരുടെ കയ്യിൽ നിന്ന് വേറെ ആളെ കയ്യിൽ നിന്ന് ഭൂമിയോ മറ്റോ തട്ടിയെടുക്കാൻ വേണ്ടിയിട്ട് ഭൂമിയെ വിൽക്കാൻ നിർബന്ധിക്കുക കച്ചവട സാധനങ്ങളെ. ഇത്തരം കച്ചവടങ്ങൾ ഹറാമായിരിക്കും. ചുരുക്കത്തിൽ ഞാൻ വിശദീകരിക്കുന്നില്ല. ഇന്നല്ലാഹ ത്വയ്യിബുൻ ലാ യഖ്ബലു ഇല്ലാ ത്വയ്യിബാ. അല്ലാഹു നല്ലവനാണ്, നല്ലതല്ലാതെ ഒന്നും അവൻ സ്വീകരിക്കുകയില്ലെന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഞാൻ ചില ഉദാഹരണങ്ങൾ മാത്രമാണ് പറഞ്ഞത്. അടുത്ത വർഷം കച്ചവടത്തിന്റെ സക്കാത്ത് ഒരു റീപോസ്റ്റ്മോർട്ടം നമുക്ക് നടത്താവുന്നതാണ്. അടുത്ത വർഷം ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും അനുയായികളും പിന്നീട് അടുത്ത അനുയായികളും സത്യത്തിന് വേണ്ടി അടരാടി അനവധി ആളുകൾ മരിക്കുകയും
അള്ളാഹുവിന്റെ ദീനിനു വേണ്ടി സമരാർപ്പണം ചെയ്തിട്ടുള്ള ദിവസം മറ്റന്നാൾ എല്ലായിടത്തും അതിന്റെ പ്രവർത്തനങ്ങളും ബദർ മൗലിദ് ഓടുകയും അന്നദാനങ്ങൾ നടത്തുകയും വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യണം. ലഅല്ലല്ലാഹ തആല അലാ അഹ്ലി ബദരിൻ ഫഖാല യഅമലു മാ ശിഅതും ഖാല റസൂലുള്ളാഹി. ബദരീങ്ങളോട് അല്ലാഹു പറഞ്ഞു, നിങ്ങൾ തോന്നിയത് ചെയ്തുകൊള്ളൂ, എന്ത് ചെയ്താലും എനിക്ക് വിരോധമില്ല. ബദരീങ്ങളോട് അല്ലാഹു പറഞ്ഞു എന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ വഹബീബിനാ മുഹമ്മദ്. അല്ലാഹുവേ പറഞ്ഞും കേട്ടും സ്വാലിഹായ അമലാക്കണമേ റബ്ബേ, ഇൽമു നാഫിയാക്കണമേ തമ്പുരാനെ, മാതാപിതാക്കൾക്ക് പൊറുക്കണമേ റബ്ബേ, ഉസ്താദുമാർക്കും പൊറുക്കണമേ റബ്ബേ, എല്ലാവരെയും നീ മുത്തഖീങ്ങളിൽ പെടുത്തണമേ റബ്ബേ, എല്ലാവരെയും നീ സ്വാലിഹീങ്ങളിൽ പെടുത്തണമേ റബ്ബേ. അല്ലാഹുവേ ഞങ്ങളിൽ മരിച്ചവർക്ക് മഗ്ഫിറത്ത് ചെയ്യണമേ റബ്ബേ, ഈ വന്നവർക്ക് മുഴുവനും ഇതൊരു മുതലായ സദസ്സാകണമേ തമ്പുരാനെ. തവഫനാ മുസ്ലിമീന വഅൽഹിഖ്നാ ബിസ്വാലിഹീൻ.